പറഞ്ഞത് അവർ ചെയ്യും, കാരണം അവർ ഡിവൈഎഫ്ഐക്കാരനാണെന്ന്. അത് ക്യാമറയിൽ പറയാൻ വേണ്ടി അദ്ദേഹം അത് പറയുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ഡിഫിയുടെ ആൾക്കാർ വരും, അവരെന്നെ മൂക്കിൽ വലിച്ചെടുക്കുന്ന പറയണം. മൂക്കിൽ വലിച്ച് കയറ്റപ്പെടാൻ തയ്യാറായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ തനിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം. കഴിഞ്ഞ കൗൺസിലും കൂടെ പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കുക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞു. റോഡിലേക്ക് ഇറക്കി വച്ചിരിക്കുകയാണ്. ഇതിന് യാതൊരു വിധത്തിലെ ബില്ലില്ല, ഒന്നുമില്ല. ഒരു ബക്കറ്റ് പിരിവിന് സമാനമായ ഒരു കാര്യം. ഇത് എന്റെ ഡിവിഷൻ നടക്കില്ല, മേയറുടെ ഡിവിഷൻ നടന്നോട്ടെ, അപ്പുറത്തെ ശശികലയുടെ ഡിവിഷൻ നടന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. എന്റെ ഡിവിഷൻ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡിഫൈ ആണെങ്കിൽ അവർ ചെയ്യും. അവർക്ക് ആരുടെയും അനുവാദമില്ല. CPM ഭരിക്കുന്ന രാജ്യമെന്നാണ് പറയുന്നത്. ഞാൻ തനിച്ചാണ്, ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല. എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവരെന്നെ അടുപ്പത്ത് വെച്ച് ചുട്ടെടുത്തും മരിക്കും. എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കുമല്ലോ, നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഈ സഹോദരൻ ഈ ക്യാമറയിലൊന്നും പറയുന്നില്ല. ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ അദ്ദേഹം പലതും പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നു. അതാ ഇപ്പൊ എനിക്കെതിരെ ഇങ്ങനെ ഫേസ്ബുക്ക് ലൈവ് ഇടുകയാണ്, തിരിച്ച് ഞാൻ ഇടുകയാണ്. ഇങ്ങനെ ഒരു കട, ഒരു ലൈസൻസും ഇല്ല. CPM ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു കട നടത്തണമെങ്കിൽ അവർക്ക് ലൈസൻസ് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഈ ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് ഗ്യാസ് വെച്ച് ഡിവൈഎഫ്ഐക്കാരാണെന്ന് ഇവർ പറയുന്നു. അതിന് യാതൊരു ലൈസൻസും ഇല്ല, ഒന്നുമില്ല, യാതൊരു യുക്തിയുമില്ല. എന്തൊക്കെയോ എന്നെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൌൺസിലിൽ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ റോഡിൽ ഗ്യാസ് വെച്ചുള്ള പാചകം അനുവദിക്കില്ല എന്ന് പറഞ്ഞ മേയർ ഫോൺ എടുക്കുന്നില്ല. റെനീഷ് എന്ന LDFന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫോൺ എടുക്കുന്നില്ല. റോഡിലേക്ക് 3 അടി എൻക്രോച്ച് ചെയ്ത് വച്ചിരിക്കുന്നു. ഇവിടെ മുഴുവൻ ആഹാരം കഴിച്ചതിന്റെ വേസ്റ്റ് കിടക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ ഡിവൈഎഫ്ഐക്കാരൻ പറയുന്നത് അവർ ഡിവൈഎഫ്ഐ ആണ്, എന്തും ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഞാൻ ഒന്നും ചെയ്യില്ല. ലൈസൻസ് ഇല്ലാത്ത ഈ കട നടത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലൈസൻസ് ഇല്ലാത്ത ഈ കട ആർക്ക് വേണ്ടിയാണെങ്കിലും പറ്റില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. തട്ടട അതിന് ലൈസൻസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? പാവങ്ങളെ സഹായിക്കാനായിട്ട് ലൈസൻസ് വേണ്ട എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പാവങ്ങളെ സഹായിക്കാൻ ലൈസൻസ് വേണ്ട എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? മനസ്സിലായ? ജനങ്ങളെ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. BJPയുടെ സംഘീയത ഈ അഹങ്കാരം അവസാനിപ്പിക്കണം. ഡിവൈഎഫ്ഐ എറണാകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തട്ടുകട നടത്തുന്നത് ഇവിടെ. മനസ്സിലായ? ആ പണം സ്വരൂപിച്ചുകൊണ്ടിട്ട് 25 വീട് നിർമ്മിച്ചു നൽകുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഇന്നലെ മുതൽ ആരംഭിച്ച ഈ തട്ടുകട ഒരു കാരണവശാലും ഇവിടെ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. കാരണവശാലും ഇത് നടത്തിയിരിക്കും. അവരുടെ നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. അത് തുടങ്ങാനുള്ള ഇതിലാണ്. ഇതിന് ആര് ലൈസൻസ് കൊടുത്തു എന്ന് എനിക്കറിയണം. ആര് ലൈസൻസ് കൊടുത്തു ഇതിനെന്ന് എനിക്കറിയണം. ഏത് HI ഈ തട്ടുകടയ്ക്ക് ലൈസൻസ് കൊടുത്തു എന്നറിയണം. ഇദ്ദേഹം ഇപ്പോൾ തട്ടുകടയ്ക്ക് ശുഭാരംഭം കുറിച്ചിരിക്കുകയാണ്. അവരെന്ത് ചെയ്താലും ഇത് നടത്തുന്നാണ് പറയുന്നത്. കാരണം ഒരു ലൈസൻസ് ഇല്ലാതെ ഒരു കട പ്രവർത്തിക്കാൻ കോർപ്പറേഷന്റെ അതിർത്തിക്കുള്ളിൽ DYFയ്ക്കാണെങ്കിലും BJPക്കാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും അനുവാദമില്ല. ഇതുപോലെ ബോർഡുകൾ വെച്ച് പരിപാടികൾ അത് റോഡിലേക്ക് എൻകറേജ് ചെയ്ത് വേസ്റ്റ് മുഴുവൻ അവിടെ കിടക്കുന്നുണ്ട്. 25 വീട് നിർമ്മിച്ചു നൽകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ എറണാകുളം ബ്ലോക്ക് കമ്മിറ്റി മൂക്കിലേക്ക് കയറും. ഡിവൈഎഫ്ഐ എറണാകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തട്ടുകട സൗത്ത് റെയിൽവേ സ്റ്റേഷൻ നടത്തിയിട്ടുണ്ട്. 62ാം ഡിവിഷന്റെ കൌൺസിലർ, BJP സംഘി കൌൺസിലർ, ഒരു കാരണവശാലും വയനാട് ദുരന്തം അനുഭവിക്കുന്ന പാവങ്ങളെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ അനുവദിക്കില്ല. അതിനിവിടെ സംഖ്യയായ കൌൺസിലർ ഉണ്ട്, അവർക്ക് മാത്രം അധികാരമുള്ളൂ എന്നാ പറയണത്. അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ലൈസൻസ് ഇല്ലാണ്ട് ഇവിടെ കട പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലൈസൻസ് ഇവര് കാണിക്കുന്നില്ല. ലൈസൻസ് ഇവിടെ എടുക്കുന്നില്ല. ഇവര് കാണിക്കുന്നില്ല ലൈസൻസ് ഇല്ലാണ്ട് റോഡിലേക്ക് എൻക്രോച്ച് ചെയ്ത് മുഴുവൻ വേസ്റ്റും കൂട്ടിയിട്ട് ഇവിടെ ഇത് നടത്താനായിട്ട് ആര് അനുവാദം കൊടുത്തു എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ. അത് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ. വെറും കൌൺസിലറല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത കൌൺസിലറാണ്. വെറും കൌൺസിലറല്ല. സഹായിക്കാൻ പറ്റൂല എന്നാണ് ഈ
ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ലൈസൻസ് ഇല്ലാണ്ട് കട നടത്താനായിട്ട് പറ്റില്ല എന്നേ പറഞ്ഞുള്ളൂ. ലൈസൻസ് എടുത്ത് മുഴുവൻ സമയം ദുരിതം അനുഭവിക്കുന്ന പാവങ്ങളെ ഒരു കാരണവശാലും പഞ്ചായത്ത് കൗൺസിലർ അനുവദിക്കില്ല എന്നാണ് പറയണത്. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ലാന്ന് അറിയാം. ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്ര പേര് എങ്ങനെയൊക്കെ സഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ അനുവദിക്കില്ലാന്ന്, വയനാട്ടിലെ പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലാന്ന് ഒരു കൗൺസിലറാണ് BJP സംഘി പറയണേ. ഒരു കാരണവശാലും വയനാട്ടിലെ പാവങ്ങളെ സഹായിക്കുന്നത് പൊളിച്ചു മാറ്റണമെന്ന്. അങ്ങനെ ഞാൻ പറയുന്നു തോന്നുന്നുണ്ടോ? ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. വെറുതെ കൊണ്ട് വെച്ചേക്കാം. ബില്ലില്ല, ഒന്നുമില്ല. എന്തിനാണിത്? ഗ്യാസൊക്കെ കൊണ്ട് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? എന്തും ചെയ്യാം. അയാൾ പറയാൻ അയാൾ DYFI കാരനാണ്, എന്തും ചെയ്യും. അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട്. ഈ കേരളം ഭരിക്കുന്നത് DYFI ആണെങ്കിൽ എന്തും നടത്തുന്നാണ് പറയുന്നത്. വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്കാണെങ്കിൽ ലൈസൻസ് വേണ്ടേ? ലൈസൻസ് വേണ്ടേ? ദുരിതം അനുഭവിക്കുന്നവർക്ക് നടത്തുന്ന കടയ്ക്ക് ലൈസൻസ് വേണ്ടേ? ഇവര് ഭരിക്കുന്നത് CPM ആണല്ലോ. ഒരു വാക്ക് പറഞ്ഞാൽ മേയർ ഒപ്പിട്ട് കൊടുക്കല്ലോ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒപ്പിട്ട് കൊടുക്കല്ലോ. അതൊന്നും ഇല്ലാണ്ട് ഹുങ്കാണ് ഞങ്ങളത് ചെയ്യുന്ന പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാം. നമുക്ക് വേസ്റ്റ് കൂട്ടിട്ടേക്ക് നോക്കും, അതുപോലും മാറ്റിയിട്ടില്ല. ഇതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല കൗൺസിലർ. ഇതുകൊണ്ട് നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കറിയാം. വയനാട്ടിലേക്കുള്ള ദുരിതം ഇനി ആർക്കും അവിടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ, എന്റെ ആൾക്കാർക്ക് അറിയാം. ഇതിനകത്ത് ലൈസൻസിന്റെ കാര്യമാണെങ്കിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഞങ്ങൾ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാതിരിക്കുന്നു. പക്ഷേ ഇതെന്തായാലും ഞങ്ങൾക്ക് ആവേശമായി. ഞങ്ങൾ എല്ലാ സ്ഥലത്തും തുറക്കാൻ വേണ്ടിയിട്ട് പോകാം. ഇത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്കാണ്. ഞങ്ങൾ കേരളം മുഴുവൻ ഈ വർക്ക് നടത്തും. കാണുന്നുണ്ട് കേരള ലെവലിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഓരോരുത്തർ ഫണ്ട് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ അതുപോലെ തന്നെ കഷ്ടപ്പെട്ടാണ് ഇതുപോലെ തട്ടുകൾ തുടങ്ങി ആ പൈസ വയനാട്ടിലേക്ക് കൊടുക്കുവാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഉദ്ദേശം നമുക്ക് അംഗീകരിക്കാനായി നമ്മളെന്തായാലും ഇതിപ്പോ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നടത്തിയ ഇടപെടലോട്ട് ഞങ്ങൾക്ക് നല്ല നിലക്ക് നല്ല പ്രചരണമായിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രദേശത്തും ഇത് ഇരട്ടിയായിട്ട് തുടങ്ങാൻ പറ്റും. അതിനകത്ത് ഇന്ന് ഇവിടെ നടത്താനത് പറ്റില്ല സാർ. പറയല ചുമ്മാ ഒരുപാട് മര്യാദയില്ലാത്ത സംസാരിക്കണ്ട. എന്തുവാ എന്ത് വികസനം ഇവിടെ നമുക്കറിയാലേ. CPMന്റെ വികസനം എന്നാന്ന് നീ പോടാ, നമുക്കറിയാമല്ലോ. CPMന്റെ വികസനം എന്നാണ് നമുക്കറിയാം. പിണറായി വികസനം ഇപ്പൊ അങ്ങനെ സ്ത്രീകളെ അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. നീ പോടാ, അങ്ങനെയൊന്നും പറയല്ല. അങ്ങനെ ഫോട്ടോ അവരാവശ്യപ്പെടാൻ നീ പറയുന്നത്. അവരിവിടുത്തെ കൗൺസിലറല്ലേ? അവരുദ്ദേശിക്കുന്ന പരിപാടി നടക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇന്ന് കൊടുക്കേണ്ട കാര്യം. ചാറ് മുക്കി തട്ടിയിട്ട് പോയത് ആരാണ്? അല്ലെ കക്ഷിയാണ്? എനിക്കറിയില്ല, ഞാൻ ഇന്ന് വന്ന് കണ്ടതാണ്. ഞാൻ ട്രിവാണ്ടത്തുള്ള കക്ഷിയാണ്. അല്ല ചുമ്മാ ചാറ് മുക്കി അതെന്താ അവർക്ക് കാരണം പറഞ്ഞിട്ട് നമ്മളെല്ലാം അനുഭവിക്കണം. ഞാനും അതിലുള്ളത് തന്നെ, ഒരു ഗ്രൂപ്പുള്ളത് തന്നെ. എല്ലാം കണ്ട് ചട്ടി ചാറ് ഒഴിച്ചു കൊടുത്തു. വേണേ ഇതിവിടെ ഇന്നും നടത്താൻ പറ്റില്ല. ഇവിടെ നമ്മളുടെ സൗത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന് ഓപ്പോസിറ്റ് എന്തായാലും അനധികൃതമായ രീതിയിൽ DYFIയുടെ നേതാക്കൾ വന്ന് വയനാടിന് പണം എന്നും പറഞ്ഞ് ഒരു ഇത് നടത്തുന്നു. ഓപ്പൺ ഗ്യാസാണ്. കഴിഞ്ഞ കൗൺസിലും കൂടെ മേയർ പറഞ്ഞതാണ്.
ഈ ഓപ്പൺ ഗ്യാസ് പരിപാടി ഒരു വിധത്തിലും സമ്മതിക്കില്ല എന്ന്. അപ്പൊ മേയറിന്റെ പാർട്ടിയാകുമ്പോൾ മേയറിന് എന്തും ചെയ്യാമെന്നാണോ അവര് പറഞ്ഞത്? ഞങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ചെയ്തിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് അനുവദിക്കാൻ മേയറിന് പറ്റുമോ എന്ന് അടുത്ത കൗൺസിലിൽ എനിക്ക് ഉത്തരം തരേണ്ടി വരും. അടുത്ത കൗൺസിലിൽ മേയർ ഇതിന് ഉത്തരം തരേണ്ടി വരും. എന്തൊക്കെയാ അവര് പറഞ്ഞ? ഞാനിവിടെ 2 ഇത് തരാം, അത് ഞണ്ണിക്കൊണ്ട് പോയിക്കോളെ. ഞാൻ ആരാണ്? അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ഞാൻ. ഈ ഡിവൈഎഫ്ഐ നേതാക്കൾ ആരും തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളല്ല. അപ്പൊ അവിടെ പോയി ചെയ്യൂ സഹോദര, അവിടെ ചെയ്യൂ. ആയിക്കോട്ടെ, അവിടെ പോയി ചെയ്യൂ. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഒക്കെ നിക്ഷേപിച്ച് ചെയ്യുന്നത്? എന്തിനാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ കോർപ്പറേഷൻ അതിർത്തിയിലേക്ക് താങ്കളുടെ അധികാര പരിധി വരുന്നുണ്ടോ? ഞാൻ മേയറോടാണ് സംസാരിക്കുന്നത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല സംസാരിക്കുന്നത്. സഖാവേ, ബ്ലോക്ക് പഞ്ചായത്ത് അല്ല, കോർപ്പറേഷൻ പരിധിയാണിത്. ബക്കറ്റ് പിരിവ് ആരും കൊടുക്കുന്നില്ല. അതെ, ബക്കറ്റ് പിരിവ് നടക്കാത്തത് കൊണ്ട്. അതെ അതെ, ആരും കൊടുക്കത്തില്ല. ഇപ്പൊ പഴയ പോലെ തരത്തില്ല. നീ പോടാ, ഓഷയുടെ പൈസയും കൂടെ കൊടുക്കണം, കണ്ടിട്ട് വേണം പോകാൻ. തീർച്ചയായിട്ടും വയനാട് 10 രൂപ, അത് ഏത് സംഘടന ആയിക്കോട്ടെ, ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ, സേവാഭാരതി ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, വയനാടിന് വേണ്ടി ഏത് സംഘടന എവിടെ ക്യാമ്പയിൻ നടത്തിയാലും അതിനോട് സഹകരിക്കാനാണ് ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ എൻ്റെ തീരുമാനം. അത്രേ ഉള്ളൂ. ഇവരുടെ ഇന്നത്തെ കുടുക്കയില് എത്ര രൂപ വീണു എന്നുള്ള കണക്കെടുത്തിട്ടേ ഞാനിവിടെ നിന്ന് പോകുള്ളൂ. ഇവരുടെ ഇന്നത്തെ കുടുക്കയിൽ എത്ര വീണു എന്ന് കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. ഇവരുടെ കുടുക്കയിൽ എത്ര ഇന്ന് വീണു എന്ന് കണ്ടിട്ടേ പോകുള്ളൂ. ബക്കറ്റ് പിരിവിന് സ്കോപ്പ് ഇല്ലാത്തതിനാൽ തുടങ്ങിയിരിക്കുന്ന പുതിയ പദ്ധതിയാണ്. ഇന്നത്തെ കുടുക്കയിൽ എത്ര കാശ് വീണു എന്നറിഞ്ഞിട്ടേ പോകുകയുള്ളൂ.